സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് പാർട്ടിയുടെ ആരോഗ്യം? അനാരോഗ്യം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ചികിത്സ ഉണ്ടാവും. കോൺഗ്രസ്സുകാരനായിരുന്ന പിന്നീട് ഇടത് സഹയാത്രികനായി പിന്നെ വീണ്ടും കോൺഗ്രസ്സിലേക്ക് പോയ ചെറിയാൻ ഫിലിപ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ശ്രീ എം.എ. ബേബിയും ശ്രീ തോമസ് ഐസക്കും ചേർന്ന് പാർട്ടി പിടിക്കാൻ വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇന്ന ആൾക്കാരുണ്ട്. ചെറിയാൻ ഫിലിപ്പ് ഇല്ലാതായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനയൊക്കെ നടത്തണം. ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ പറഞ്ഞായിരിക്കും. അതെ, ചുക്കും അറിയാതെ ഇത്തവണ ആ ഫ്ലോട്ടിംഗ് വോട്ടിനപ്പുറം അടിത്തറയിൽ നിന്ന് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് ആരുടെ കുഴപ്പം? ഞാനിടക്കുള്ളവരുടെ കുഴപ്പമായി കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു. സർക്കാരിനോടുള്ളൊരു അതൃപ്തി ഈ അടിസ്ഥാന വിഭാഗങ്ങൾക്കുണ്ടായി. അതിന് കാരണം അത്രയേറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പുള്ള സർക്കാർ ചെയ്തു. അതൊന്നും ഇല്ലാത്ത ടീമിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. പരിപ്പോടേയും ചായയുടെയും കാലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. EMSൻ്റെ ശൈലിയാണോ നായനാർക്കുണ്ടായിരുന്നത്? EMSന് നമ്മൾ എണ്ണി പറയത്തുള്ളൂ. 1, 2, 3 എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് എണ്ണിയാ പറയണേ. ഞാൻ ചിലപ്പോൾ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ എണ്ണി പറയാൻ പറ്റുമെന്ന്. സാങ്കേതിക വിദ്യയുടെയും സാമൂഹ്യ മാധ്യമത്തിൻ്റെയൊക്കെ വളർച്ചയുടെ ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം വലിയൊരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും CPM ആണെങ്കിൽ പോലും 53% ഈഴവർ കഴിഞ്ഞ 6 ഇലക്ഷൻ എടുത്തിട്ട് 8 ഇലക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ CPM-നെ വോട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ വോട്ട് തരില്ല. പാഠം പഠിപ്പിച്ചു. രാജ്യം അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ, സമർത്ഥനായ മുൻ ധനകാര്യമന്ത്രി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ശ്രീ TM തോമസ് ഐസക്കാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ തോമസ് ഐസക്. നമസ്കാരം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് പാർട്ടിയുടെ ആരോഗ്യം? പാർട്ടിയുടെ അനാരോഗ്യം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ചികിത്സ ഉണ്ടാവും. കാരണം പാർട്ടിക്ക് 57-60 കഴിഞ്ഞിട്ട് കിട്ടിയ ഏറ്റവും താഴ്ന്ന വോട്ട് ശതമാനമാണ്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. എന്ന് വെച്ച് അയ്യോ പൊളിഞ്ഞു പോയി എന്നും പറഞ്ഞ് ആരും നടക്കണ്ട കേട്ടോ. എല്ലാം കഴിഞ്ഞൊന്നും കരുതണ്ട. കാരണം ലോക്സഭ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്ത് നോക്കിയാൽ കിട്ടും. 42% 2009. അവിടെ നിന്ന് 41, 35, ഇപ്പോൾ 33-ലേക്ക് എത്തി. 40% നിന്ന് 33%, 42% നിന്ന് 33%-ലേക്ക് കുറവാണ് 2009 വെച്ച് നോക്കുന്നത്. പക്ഷെ ഈ കാലയളവിൽ 3 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, 3 ലോക്കൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അതിലൊന്നും ഇതല്ലട്ട സ്ഥിതി. അതിലൊക്കെ 43, പിന്നെ 45, പിന്നെ 43. ഇത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം ആളുകൾക്ക് കൂടുതൽ നാൾ കഴിയുന്തോറും ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ വലിയ റോളൊന്നും ഇനി വഹിക്കാൻ പറ്റില്ല. പ്രസക്തി കുറഞ്ഞു വരികയാണ്. ബംഗാളിലും ത്രിപുരയിലൊന്നും ഒരു തിരിച്ചുവരവുണ്ടായിട്ടില്ല. അപ്പോൾ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട്, ഒരു മതനിരപേക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതിന് നമ്മളെന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനെയാണ് അവർ കൂടുതൽ ആശയോടെ കാണുന്നതെന്നുള്ളൊരു വ്യക്തമായ റീഡിങ്ങാണ്. ഇത് 2009 മുമ്പ് ഇങ്ങനെയല്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. അതിക്ക് മുമ്പുള്ളൊരു 6 ലോക്സഭാ തെരഞ്ഞെടുപ്പും 6 അല്ലെങ്കിൽ 4-5 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശരാശരി എടുത്ത് നോക്കുമ്പോൾ ലോക്സഭയിൽ അന്നും UDF-ന് മുൻകൈ ഉണ്ട്. പക്ഷെ 1% വോട്ടിൻ്റെയാണ്. നിയമസഭ എടുത്താൽ LDF-ന് 1% കൂടുതൽ കിട്ടും ലോക്സഭ, അത്രേ ഉള്ളൂ. ഡിഫറൻസ് കൂടി. പക്ഷേ അത് വ്യത്യാസമില്ല, വലിയ വ്യത്യാസമില്ല. 2004
2019 നേടിയില്ലേ. അതെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതിയാണ്, ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. അത് കാണുമ്പോഴും അപ്പം അതുകൊണ്ടാണ് ആ ഒരു യാഥാർത്ഥ്യബോധം വേണം. ഈ അതായത് ഈ ചെറിയ ചികിത്സ പോരാ, കടുത്ത ചികിത്സ തന്നെ വേണം. ഇല്ല, അത് കാണിക്കുന്നത് തകർന്നു പോയിട്ടില്ല കൊണ്ട് ചികിത്സിച്ച് നേരെയാക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾ സാധാരണതയിൽ LDFിൻ്റെ വോട്ട് ലോക്സഭയിൽ കുറയും. ഓൾ റൈറ്റ്, ഒരു ഫ്ലോട്ടിംഗ് വോട്ടുണ്ട് അപ്പുറത്തോട്ട് പോകുന്നത്. ഇത്തവണ ആ ഫ്ലോട്ടിംഗ് വോട്ടിനപ്പുറം അടിത്തറയിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതായത് ബേസ് വോട്ടിൽ മാറ്റം, ബേസ് വോട്ടിൽ നിന്നും ചോർച്ചയുണ്ടായിരുന്നു. അപ്പം അത് ഗൗരവത്തിലെടുക്കണം. ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പുറത്തുവിട്ട പ്രമേയത്തിൽ തന്നെ പറയുന്നത് നേതാക്കൾക്കിടയിലുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള കാര്യമുള്ള പെരുമാറ്റത്തിൻ്റെ ധാർഷ്ട്യം, ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ എങ്ങനെ മാറ്റും? സർക്കാരിനോടുള്ളൊരു അതൃപ്തി ഈ അടിസ്ഥാന വിഭാഗങ്ങൾക്കുണ്ടായി. അതിന് കാരണം അത്രയേറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പുള്ള സർക്കാർ ചെയ്തു. ഈ പെൻഷൻ മാത്രം എടുത്താൽ മതിയല്ലോ. 500 രൂപ ഉണ്ടായിരുന്നത് 1600 ആ 500 രൂപയിൽ 400 രൂപയും നേരത്തെ LDF കൊടുത്താണ്. പോട്ടെ, ഇപ്പം 500 നിന്നായിരുന്നു. 32 ലക്ഷം പേരുടേത് 62 ലക്ഷം പേർക്കായി. 62 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടാന്ന് പറയുമ്പോൾ കേരളത്തിലാകെ ഉള്ളത് 75 ലക്ഷം കുടുംബങ്ങളാണ്. അതിലൊരു 20 ലക്ഷം കുടുംബങ്ങൾക്ക് അർഹതയില്ലാത്തവരുണ്ടാവും. മറ്റ് പെൻഷൻ കിട്ടുന്നവർ, സംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർ, ഇൻകം ടാക്സ് കൊടുക്കുന്നവർ, അവരൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു 45 ലക്ഷം പേർക്കാണ് പെൻഷൻ അർഹ കുടുംബങ്ങൾക്ക്. 62 ലക്ഷം കൊണ്ട് വെച്ചാൽ മിക്കവാറും ഒരു നല്ല പങ്ക്, പാതി വീട്ടുകാർക്ക് പെൻഷൻകാർക്ക് 2 പെൻഷനെങ്കിലും വെച്ച് കിട്ടുന്നുണ്ട്. ഒരു മാസം 10,000 രൂപയുടെ അപ്പുറം ശരാശരി വരില്ല ശമ്പളം. ശമ്പളമല്ല, വരുമാനം. അതിനാണ് 3200 കിട്ടുന്നത്. അതൊരു വലിയ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടാണ്. ഇതുപോലെ മറ്റാനുകൂല്യവും കൂടി ഇത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ തടസ്സം വരുമ്പോൾ എന്താ പ്രശ്നം? പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു 500 രൂപ പോയി. ഇതങ്ങനെയല്ല. അവരുടെ ഒരു ജീവിത നിലവാരത്തെ നിർണ്ണയിക്കുന്ന വലിപ്പമുണ്ട് ഈ കൊടുക്കുന്ന ട്രാൻസ്ഫറിന്. അതുകൊണ്ട് ദേഷ്യം വരും. അല്ല, അത് ഇടത് സർക്കാരിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക, അത് പെൻഷൻ കൃത്യമായി നൽകുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയില്ല. മുൻഗണനാക്രമേ സർക്കാർ ചെലവെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. നമ്മൾ പല വികസന പ്രവർത്തനങ്ങളും അനുവാദം കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവ ഇപ്പം അനുവദിച്ചതിൻ്റെ കാശൊക്കെ പിന്നീട് വരും. അതുകൊണ്ടൊരു ഒരു വർഷമൊക്കെ എടുക്കും വണ്ടി ഒന്ന് തിരിക്കാൻ. വലിയ ട്രെയിനാകുമ്പോൾ തിരിക്കാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമ്മൾ പതുക്കെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശമ്പളത്തിന് എന്ത് മാറ്റി വെക്കുന്നു, എന്തൊന്നും ശമ്പളം മുടക്കൂലല്ലോ, DL അരിയേഴ്സ് ഒന്നും, അതുപോലെ പെൻഷൻ കൊടുക്കണം. ബാക്കിയുള്ള പണം കൊണ്ട് മറ്റ് വികസനം ഉണ്ടാവും. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിലും കുടിശ്ശിക കിട്ടും. അതുമൊക്കെ ഒരു വലിയ എതിർപ്പിനിടയാക്കി. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം മുൻഗണന വരും. അതിൽ സർക്കാർ ജീവനക്കാരുടേത് ഇപ്പോൾ അടിയന്തരമായിട്ട് കുടിശ്ശി തീർക്കലൊന്നും നടക്കത്തില്ല. അതിനേക്കാൾ മുൻഗണന പാവങ്ങളുടെ പെൻഷൻ തന്നെയാണ്. പക്ഷെ അവർക്ക് ഡ്യൂ ഡേറ്റ് മുതൽ കൊടുക്കുന്നതിനൊരു ഏർപ്പാട്, കൊടുക്കൽ കുറച്ച് വൈകിയേക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു ധാരണകൾ ജീവനക്കാരുടെ സംഘടനകളായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് അങ്ങനെയല്ലേ. അരിയേഴ്സ് ഇപ്പം തരില്ല, PF ഇപ്പോഴുമില്ല, പിന്നീട് പലിശ അടക്കം തന്നേക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ധാരണകൾ എത്തേണ്ടി വരും. ആ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിൽ വീഴ്ച വന്നു. ഇല്ല, ധനകാര്യ മാനേജ്മെൻ്റ് അല്ല, ധനസ്ഥിതി അങ്ങ് മാറി അടിമുടി. പക്ഷെ അതിനെപ്പോഴും നമ്മൾ കേന്ദ്രത്തെ ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാലും സാമാന്യ ജനം, ഇപ്പം പാവങ്ങളുടെ പാർട്ടി എന്നാണ് CPM-നെ കരുതിയിരുന്നത്. ആ ഒരു പ്രതിച്ഛായക്കും അങ്ങനെ ഏറ്റില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചു വാങ്ങാനൊന്നും ഞാനൊരു പ്രയാസമില്ല.
ഒന്ന് നമ്മുടെ പാവങ്ങൾ CPM-ൻ്റെ വോട്ടാരുടെ പാവങ്ങളുടെ കർഷക തൊഴിലാളി, ഇവിടുത്തെ പരമ്പരാഗത കയറ്, കശുവണ്ടി ഇങ്ങനെയുള്ള തൊഴിലാളി വിഭാഗങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്കർ, പിന്നെ കുറച്ച് സംഘടിത തൊഴിലാളികൾ. അല്ലാതെ ഇടത്തരക്കാരുടെ പിന്തുണയൊക്കെ വളരെ പണ്ടും ഇല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിൽ ചെറുത് ഭൂരിഭാഗം പോയെങ്കിൽ ഇന്നും പാവപ്പെട്ട ഒരു പാർട്ടിയുടെ ഒപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ മുൻഗണനയിൽ ഒരു മാറ്റം വരുത്തുകയും അത് അവരോട് പറയും ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയിട്ടും കേന്ദ്രത്തിനെതിരായ ഒരു പ്രതിരോധം കേരളത്തിൽ ഉയർന്നില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ വളരെ ശക്തമായ പ്രതിരോധം അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തി. ഇവിടെ എൻ്റെ റീഡിംഗ് ആണ്, പ്രതിപക്ഷത്തിന് സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് എന്നൊക്കെ ഒരു നെററ്റീവ് അങ്ങോട്ട് ഒപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലം കേരളം കടക്കണിയിലാണ്, ശ്രീലങ്ക പോലെ ആയിത്തീരുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജനിക്കുന്ന കുഞ്ഞിന് ഇത്ര ലക്ഷം കടമായിട്ടാണ് ജനിക്കണത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ അങ്ങ് പരിഭ്രാന്തരാക്കി മാറ്റി. അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അത് ആരുടെ കുഴപ്പം? ഞാനടക്കമുള്ളവരുടെ കുഴപ്പമായി. കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു. അത് വെച്ചാൽ ആദ്യമായിട്ട് കുറച്ച് അക്കാഡമിക് വിദ്വാന്മാരും ചേർന്നു, ക്രെഡിബിലിറ്റി അതിനുണ്ടായി. രണ്ട്, പിന്നെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ജ്യൂസി സ്റ്റോറിയാണ് ഈ സംഗതി, ഇതിങ്ങനെ ശ്രീലങ്ക പോലെ ആയിത്തീരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള രസമുള്ള കഥയാണ്. പിന്നെ UDF-ഉം അവരും BJP-യും സകലമാന പേരും ഒരൊറ്റക്കെട്ടല്ലേ ഈ പറഞ്ഞത്. ഇതങ്ങ് മനസ്സിൽ തറച്ചില്ല. താങ്കൾ 2 ടേമിൽ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിക്കാതെ ആ രീതിയിൽ ഒരു മാജിക്കാണ്, എന്തോ മാജിക്കാണെന്നൊക്കെ അന്ന് ഐസക് മാജിക് എന്നൊക്കെ വിശേഷിപ്പിച്ചാലും അന്ന് അപ്പം തന്നെ അത് പ്രശ്നം പരിഹരിക്കുക. അത് ഒരിക്കലും ജനങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. ബാലഗോപാലൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാന വ്യത്യാസം, ഓരോരുത്തരും വ്യത്യസ്തമല്ലേന്ന്. ഞാൻ ഈ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ളതുകൊണ്ട് അങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും ആരും പറയണ്ട, നമ്മൾക്ക് എന്തിനും വിശദീകരണം കൊടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, ഈ ആളുകൾ, വ്യക്തികൾ, മന്ത്രിമാർ മാറിയതിൻ്റെ അല്ല പ്രശ്നം. അന്ന് ഇത്ര ഗംഭീരമായ എന്താണെന്നറിയാം, അത് നമ്മളെടുത്ത പണിയുടെ ഫലമായിട്ടാണ്. 50,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടി. കോവിഡ്, അതിന് നികുതിയായിട്ട് ആരും ബന്ധമില്ല. കോവിഡ് വന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി അങ്ങ് കുറഞ്ഞു. GST കോമ്പൻസേഷനും അവർ പൂർണ്ണമായിട്ട് തന്നില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടാത്ത വലിപ്പത്തിലുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടി. അത് 2021-22 ആകുമ്പോൾ പൂജ്യമാണ്. GST കോമ്പൻസേഷൻ പൂജ്യമാണ്. അപ്പോൾ എന്ത് വന്നാലും അത് ഒരു ഞെരുക്കം ഉണ്ടാക്കും. ഇപ്പം എന്താ നികുതി ഇങ്ങനെ കൂടിയിരിക്കുന്നത്? അതിലൊരു ഘടകം IGST നമ്മുടെ വർദ്ധിച്ചു തുടങ്ങിയിട്ട്. ഇനി അത് വേറെ പല രീതിയിലും IGSTയിൽ ചോർച്ച വരുന്നുണ്ട്. അത് കണ്ടുപിടിച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിലയിരുത്തൽ GST 20% വെച്ച് ഇനി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേന്ദ്ര വിഹിതം അത് അറിയിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല, അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന വലിയ പ്രശ്നമാണ്. എളുപ്പമൊന്നുമല്ല. ഈ കേന്ദ്രം ചെയ്തെന്താണെന്നറിയുക. ഞാൻ പറഞ്ഞ 21-22 ഡെഫിസിറ്റ് ഗ്രാൻറ്റ് തീരും, 21-22 നമ്മുടെ കോമ്പൻസേഷൻ അവസാനിക്കും, ഞെരുക്കമാണ്. ഒരു 5,000 കോടി തരാനുള്ളത് തന്നില്ല, മാറ്റിവെച്ചു. എന്നിട്ട് ചെയ്തതേ ഈ കിഫ്ബി എടുത്ത വായ്പ മുഴുവൻ സർക്കാരിൻ്റെ വായ്പ എന്ന് പറഞ്ഞ് നമ്മുടെ നോർമൽ വായ്പയിൽ നിന്ന് വെട്ടിക്കുറക്കാൻ തുടങ്ങി. ഞങ്ങൾ നിയമം മാറ്റി, ഭാവി ഇനി എടുത്തു കഴിഞ്ഞാൽ കിഫ്ബി എടുത്താൽ ഞങ്ങൾ കുറക്കുമെന്നല്ല. 2016 മുതലെടുത്തത് 3% വായ്പയ്ക്ക് വരും, 2% വായ്പ കിട്ടത്തുള്ളൂ. 1/3 വായ്പ പോവും. അപ്പോൾ പിന്നെ സർക്കാരിന് അപ്പോൾ ഇതിനെന്താ എൻ്റെ പരിഹാരം? ഒന്നൊരു കേസ് കണക്കുണ്ട്, അതെങ്ങനെ വരും. പക്ഷെ കേസിനെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഈ നിലപാട്
അതിനെ പിന്താങ്ങണ UDF നിലപാട് അംഗീകരിക്കുന്നില്ല എന്നൊരു വോട്ടിലൂടെ തെളിയിക്കുമോ? ഒരിക്കലും ചെയ്യുമെന്ന് ഇനിയിപ്പോൾ അല്ല, വരാൻ പോകുന്നുണ്ട്. തദ്ദേശ ഭരണത്തിലും ഇതിലും നന്നായിട്ട് അവരും തോപ്പിച്ചു കൊടുക്കുമോ? ഇത് മാത്രമുള്ള പരിഹാരം അല്ല. ഇപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷനും സപ്ലൈക്കോ മാത്രമല്ല, ശരിക്കും ജനങ്ങളോടുള്ള പെരുമാറ്റം. അതായത് ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്തോ അല്ലെ അവർ മാതാപിതാക്കൾ ആരോപിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മരണം, ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ, ഇതിനെ ഒന്നും പാർട്ടി നേരിട്ടില്ല. നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി നടന്നു, സർക്കാർ ജനങ്ങളിലേക്ക് മന്ത്രിമാർ പോകുന്നു. പക്ഷേ അതിൻ്റെ വാർത്തകളെല്ലാം ഡൈവേർട്ട് ചെയ്ത് പോയത് എന്താണ്? ഇവർ രക്ഷാപ്രവർത്തനം, ഇങ്ങനെയുള്ള പോലീസുകാരെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ പോയി തല്ലുന്നു, അല്ലെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നു. മൊത്തത്തിലുള്ള ഒരു മാറ്റം അതല്ലേ ഇനി പാർട്ടിക്ക് ഒരു ശക്തി പകരത്തുള്ളൂ? ഇല്ല, രണ്ടുണ്ട് കേട്ടോ. ഒന്ന്, എൻ്റെ അടക്കമുള്ളവരുടെ പെരുമാറ്റത്തിൽ ഒക്കെ മാറ്റം വരണം. രണ്ട്, ഓരോരുത്തരും ശൈലി ഓരോന്നല്ലേന്ന്. EMSൻ്റെ ശൈലിയാണോ നായനാർക്കുണ്ടായിരുന്നത്? EMSന് നമ്മൾ എണ്ണി പറയത്തുള്ളൂ. 1, 2, 3 എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് എണ്ണിയാണ് പറയണേ. ഞാൻ ചിലപ്പോൾ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ എണ്ണി പറയാൻ പറ്റുമെന്നുള്ളത്. നായനാരോ തിരിച്ചു തമാശ പറഞ്ഞു വല്ലതൊക്കെ. എത്രയോ വ്യത്യസ്തമായ ശൈലിയാണ്. VSൻ്റെ ശൈലിയോ? അപ്പോൾ ഇത് ഇങ്ങനെയുണ്ട് വ്യത്യസ്ത മനുഷ്യന്മാർ തമ്മിൽ. അപ്പം ഇതിൽ തിരുത്തേണ്ടതുണ്ട്, യാതൊരു സംശയമില്ല. പെരുമാറ്റം, മനുഷ്യന്മാരോട് കൂടെ അടുത്ത് പെരുമാറണം, വിനയത്തോടെ സംസാരിക്കണം, ഇതൊക്കെ ഏതെങ്കിലും വ്യക്തിയല്ല, പാർട്ടിയിലുടനീളം. പക്ഷേ മറുവശം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മീഡിയ അല്ലായിരുന്നു നായനാരുടെ കാലത്തെ മീഡിയ. വേണമെങ്കിൽ നായനാരുടെ സെലക്റ്റീവായിട്ടുള്ള ചിരിയും കാര്യങ്ങളും എടുത്തിട്ട് നായനാരെ എങ്ങനെയൊക്കെ ചിത്രീകരിക്കാമായിരുന്നു, അതുമാത്രം എടുത്തെടുത്ത് ആഞ്ഞാഞ്ഞു കൊടുത്ത്. അപ്പം നമ്മളിപ്പോൾ എനിക്കൊരു വീഴ്ച പറ്റി, അതിൽ ആ ശകലം ഒരു വാക്പട എനിക്ക് പറ്റി, അത് മാത്രം എടുത്ത് എന്നെക്കുറിച്ചൊരു ഇമേജ് സൃഷ്ടിക്കാം കേട്ടോ. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ തടവുകാരനായിട്ട് നിൽക്കേണ്ടി വരും പ്രതിക്കൂട്ടിൽ. രണ്ടുമുണ്ട്. അങ്ങനെ ചുമ്മാ ഇവരൊക്കെ ഭയങ്കര മോശം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ വയനാട്ടിലെ പ്രശ്നമുണ്ട്. SFIക്കാർ മാത്രമല്ലല്ലോ, ഹോസ്റ്റലുണ്ടായിരുന്ന SFI അല്ലാത്ത പിള്ളേരും എല്ലാം ചേർന്നിട്ടുള്ളതല്ലേ. SFI ഇല്ല, അല്ലല്ല, ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള പലരും അങ്ങനെയുള്ളവരല്ല. പക്ഷേ SFI ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അനീതി നടന്നാൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ മൊത്തം ഇമേജ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. SFIയെ കുറിച്ചുള്ള ചിത്രം എടുക്ക്, 35 SFIക്കാർ കൊല്ലപ്പെട്ടിട്ടില്ലേ? ചരിത്രമല്ല, ഇപ്പോഴും തുടരുന്നത് ചരിത്രമല്ല. ഇല്ല, അഭിമന്യു എന്ന ചരിത്രത്തിലല്ലോ കഴിഞ്ഞ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ഈ കോളേജ് കൊയിലാണ്ടി കോളേജ് പ്രിൻസിപ്പലിന്റെ ഇല്ല, ഞാൻ പറയണ ഈ ചരിത്രത്തെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അതിനെയൊക്കെ മറച്ചു വെക്കണ രീതിയിൽ. പകരം ഒരാളെ SFI കൊന്നിട്ടുണ്ട് എവിടെയെങ്കിലും പറ. അപ്പം അത് ഇമേജ് സൃഷ്ടിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെയും സാമൂഹ്യ മാധ്യമത്തിന്റെയൊക്കെ വളർച്ചയുടെ ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം വലിയൊരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ കുറച്ചുകൂടി തിരിച്ചറിയാനുണ്ട്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞാനതുകൊണ്ട് നിസ്സാരവൽക്കരിക്കുകയല്ല കേട്ടോ. ഇത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആളുകളുടെ പെരുമാറ്റത്തിൽ വിനയം വേണം, ഇങ്ങനെ അഹങ്കാരത്തോടി പെരുമാറുന്നത്, മുകൾ മുതൽ താഴ്ത്തു വരെയുള്ള ശീലങ്ങൾ മാറ്റണം. പരിപ്പോടേയും ചായയുടെയും കാലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്മാരോട് പരിപ്പോടൊന്നും കട്ടൻ ചായ ഒന്നുമല്ല, അതെന്തൊക്കെ ശൈലി. കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. അത് ഒരു വർത്തമാനത്തിൽ കാലം മാറി. നിങ്ങൾ പറഞ്ഞില്ല, സാങ്കേതിക വിദ്യ മാറിയ പോലെ കേരളത്തിലെ ജീവിത നിലവാരത്തിലൊക്കെ വലിയ മാറ്റം വന്നില്ല, അത്ര എടുത്ത് വെച്ചാൽ മതി. ബട്ട് ഞാൻ സമ്മതിക്കണം, ജനങ്ങൾക്ക് പേടി തോന്നരുത് കാര്യം വന്ന് പറയാം. ഈ ഇലക്ഷനിൽ നിന്ന് ഞാൻ പഠിക്കണ കാര്യം എന്ന് പറയാം, ജനം അങ്ങോട്ട് പറഞ്ഞു പറ്റിച്ചു.
ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയെ ഞാൻ പത്തനംതിട്ടയിൽ തന്നെ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയല്ലേ. എൻ്റെ അടുത്ത് വരാൻ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എങ്ങനെ പ്രതീക്ഷ ഉണ്ടാവണത്? ജനങ്ങളുടെ പ്രതികരണം, അത് നമ്മുടെ പാർട്ടി വഴി നമുക്ക് കിട്ടുന്നത്. അത് വെച്ച് വിലയിരുത്തി നോക്കുമ്പോഴത്തേനും നല്ല പ്രതികരണം. പക്ഷെ ജനം തീരുമാനിച്ചിരുന്നിട്ടാ ഇത്തവണ വോട്ട് തരില്ല തീരുമാനിച്ചു. പാഠം പഠിപ്പിച്ചു. എങ്ങനെ ജനം പാഠം പഠിപ്പിച്ചു? അതുകൊണ്ട് നമ്മൾ പരിശോധിക്കും ഇതിലെന്താണ് ജനങ്ങൾക്ക്. ഞാൻ നോക്കണ ഇതാണ്, എന്തുകൊണ്ട് അവർക്ക് എന്നോട് പറയാൻ പറ്റിയില്ല. അല്ല, പത്തനംതിട്ട തന്നെ 44,000 എന്നുള്ള ഭൂരിപക്ഷം ഇത്തവണ 66,000. അതെ, അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ 50,000-60,000 LDF വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നില്ല. വന്ന് വോട്ട് ചെയ്തവരിൽ ഒരു 80,000 പേര് മാറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെന്താ സംഭവിക്കണേ? അല്ല, ഈ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. ഇപ്പോൾ ആലപ്പുഴ എടുത്താലും ആറ്റിങ്ങൽ എടുത്താലും അല്ലെങ്കിൽ പാലക്കാട്, കണ്ണൂരിൽ പോലും ധർമ്മടത്ത് പോലും പാർട്ടി വോട്ടുകൾ കുറഞ്ഞു, BJPയുടെ വോട്ടുകൾ കൂടി. ഇപ്പം BDJS അവരുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അവരുടെ കൺവീനർ NDAയുടെ ചെയർമാൻ എന്ന് പറയുന്നത് BDJSൻ്റെ പാർട്ടി നേതാവാണ്. മറിച്ച് SNDP അവരെടുക്കുന്ന നിലപാട്, SNDPയുടെ നിലപാട് അല്ലെങ്കിൽ സംഘപരിവാറിന് അടിയറവ് പറഞ്ഞുകൊണ്ട് പാർട്ടി തോറ്റു എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ ജില്ലാ നേതൃത്വം അത് അങ്ങനെ അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മലബാറിൽ എങ്ങനെയാണ് ഈ പാർട്ടി തോറ്റത്? SNDP അവിടെ SNDP എല്ലാം കൊണ്ട് ചെയ്യുന്നത്. BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വർഗീയ ഹിന്ദുത്വ വ്യാഖ്യാനം, അത് ശ്രീനാരായണ ധർമ്മത്തിനൊക്കെ കടകവിരുദ്ധവും. അതെ, ശ്രീനാരായണ ഗുരു RSS ആയാലേ നല്ല മനുഷ്യനാവുന്നല്ല, ഹിന്ദു ആയാലേ നല്ല മനുഷ്യനാവുന്നല്ല, ഏത് മതത്തിൽപ്പെട്ടാലും നല്ല മനുഷ്യനായാൽ മതി എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെ തള്ളിക്കളയുന്ന പ്രചാരണം അമ്പലങ്ങൾ, ഭക്തിസംഘടനകൾ, രീതികൾ വളരെ ചിട്ടയായിട്ടും നടത്തുകയാണ്. അത് BJPയുടെ രാഷ്ട്രീയമാണ്. BJPയുടെ രാഷ്ട്രീയം. പക്ഷേ അതിന് BDJS ആണ് ഒരു പാലം പണിയണത്. BDJS എന്താ ചെയ്യണമെന്ന്? BDJS സാധാരണഗതിയിൽ ഇപ്പോൾ CPM ഏതെങ്കിലും ശാഖ പിടിക്കാനോ നേതൃത്വത്തിനോ വരാനില്ല. സമുദായ സംഘടന അവരവരുടെ കാര്യം. സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും CPM ആണെങ്കിൽ പോലും 53% ഈഴവർ കഴിഞ്ഞ 6 ഇലക്ഷൻ എടുത്തിട്ട്, 8 ഇലക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ CPM-നെ വോട്ട് ചെയ്തിട്ടുള്ള ലോങ് നീതി സർവേയുടെ കണക്ക് പ്രകാരം ഭൂരിപക്ഷം പേര് ഇല്ല. സമുദായത്തിൻ്റെ കാര്യം സമുദായം സംഘടന നോക്കട്ടെ. പക്ഷെ BJPയുടെ ഒരു വലങ്കൈ അവരിന്ന് ഈ ശാഖകളുടെയൊക്കെ നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന പരിപാടി നടക്കുകയാണ്. അല്ല, അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം CPM-നായിരുന്നു. പക്ഷേ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പോലെ CPM-ന്റെ ഏറ്റവും പ്രബലമായ ഒരു സമുദായ പിന്തുണയുള്ള ഈഴവ സമുദായം, തിരിച്ച് പാർട്ടി ഈഴവ സമുദായത്തിന് എന്ത് ചെയ്തു? മുസ്ലിം പ്രീണനം നടത്തുന്ന ആരോപണമുണ്ട്. അന്നേരം ഈഴവർ പല ഇടത്തും തള്ളപ്പെടുന്നു. അന്നേരം അവർ പ്രതിഷേധിക്കില്ല. ഇല്ല, ആ നെറേറ്റീവ് പറഞ്ഞ BJPയുടെ ആണ്. അത് പിന്നെ സമുദായത്തിനുള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് ഈഴവ സമുദായത്തിനുള്ളിൽ ഇവിടുത്തെ ഈഴവർ മാത്രമല്ല, പിന്നോക്ക അധിഷ്ഠിത വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് എന്താ? ഒന്നേ ഒരു പണിയെടുക്കണം മേഖലയിലൊക്കെ വടക്കേൻ്റെ കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി കൂലി കിട്ടുന്നുണ്ട്. 2, ഭൂമി, അവർ പണിയെടുത്തിരുന്ന സ്ഥലം, അവർ കിടന്നിരുന്ന വീട് വെച്ചിരുന്ന സ്ഥലം, ഇതല്ലേ അവരുടെ സാമൂഹ്യ വ്യവസ്ഥകൾക്ക് മാനവും അഭിമാനവും എല്ലാം നൽകിയത്. സഖാവ് പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ. അതെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഒരു ഹിന്ദുത്വം അല്ല, ഒരു RSSും അല്ല ഇതൊന്നും കൊടുത്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എലീറ്റ് വളർന്നു വന്നിട്ടുണ്ട് ഈ പാർട്ടിയിൽ. അവർക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല എൻ്റെ ഐഡൻറ്റിറ്റി കാണാൻ താല്പര്യപ്പെടുന്നത്. അവർക്ക് പെട്ടെന്ന് മുകളിലേക്ക് ഉയരാനായിട്ട് ഇപ്പോൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം തിരിച്ചുള്ള മാർഗം അവരെ നോക്കാം. അത് നോക്കാം. ഞാൻ പറഞ്ഞ ആ ഫൈറ്റ് തുടങ്ങിയിരിക്കണമെന്നാ ഞാൻ പറഞ്ഞേ. അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. അതിങ്ങനെ മുൻപുതി വരുന്നെങ്ങനെ ഞങ്ങൾ പാർട്ടി കൈയും കെട്ടിയിരുന്നിട്ട് ഇവരെല്ലാവരും അപ്പുറത്തോട്ട് BDJS കൊണ്ടുപോകാൻ വേണ്ടി. BDJS ഒരിക്കൽ ഇങ്ങനെ മുട്ടാൻ വന്നിട്ട് മൂലക്കിരുന്നു.
ഇനിയിപ്പോൾ നമ്മൾ ആശയപരമായിട്ട് എന്താ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത് എന്ന് BDJS-നോടും നാട്ടുകാരോടും വീണ്ടും ഞങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. അല്ല, BDJS ഒരു രാഷ്ട്രീയ പാർട്ടി, NDA-ലെ ഘടകകക്ഷിയാണ്. പക്ഷേ SNDP യോഗത്തെ കുറിച്ചെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ BDJS SNDP യോഗത്തിനെ ഒക്കെ വരുതിയിലാക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ആ സമുദായം അതല്ല. അല്ല, അവിടുന്ന് അകന്നു പോകുന്നത് ഈ അവഗണന കാരണമാണ്. അതൊരു ഘടകം ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ അതൃപ്തി ഉണ്ടായത്? ഈ പെൻഷൻ്റെയും മറ്റും കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തും. ഇനി ഇവരെത്ര വലിയ പുണ്യാളന്മാരാ ഈ RSS-ഉം ആൾക്കാരും എല്ലാം ജനങ്ങളോട് പെരുമാറ്റത്തിലും എല്ലാം അയ്യോഭിനയം പറഞ്ഞു കിടക്കുന്ന കക്ഷികളൊക്കെ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന ഇമേജൊക്കെ ഇത് പ്രധാനമാണ്. എങ്കിലും തിരുത്തേണ്ടതെല്ലാം തിരുത്തും. അപ്പോൾ ഇതൊരു വാർണിംഗ് ഷോട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ സമുദായത്തിനും പുറത്തും പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ BJP എന്ന് പറയുന്ന പോസ്റ്റ് റെക്കോർഡ് വിത്ത് എന്ന് പറയുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഒരു സീറ്റ് നേടി, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് വന്നു, മറ്റ് 8 രണ്ടാമത് വന്നു, വളരെ അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ കൂട്ടി. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമല്ലേ? ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പ്രശ്നമാണോ? ഇതുകൊണ്ടല്ലേ ഞാൻ പറയണം ഞങ്ങളിത് നേരിടുമെന്ന്. അപ്പോൾ ഒരു കാര്യം ഓർത്തോളൂ, ശബരിമലയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ 16% വോട്ട് കേരളത്തിൽ മേടിച്ചു. നിയമസഭയെത്തിയപ്പോൾ BJPക്ക് 12%. ഇപ്പോൾ 19. 19 കയറിയ പോലെ ഇറക്കാമെന്ന്. ഇറക്കാനുള്ള പണി ഇനി 19 അതിൻ്റെ മുകളിലോട്ട് കയറുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ. ഏതായാലും നേരത്തെ CPM-നോടൊക്കെ അനുഭവം പുലർത്തിയ കുറച്ച് പേരുടെ ഓട്ടം കൂടി ചെന്നുകൊണ്ടല്ലേ ഇത്രയും നാളത്തെ ബന്ധമുണ്ടല്ലോ. ആ ബന്ധം വെച്ച് ഇവരെ കണ്ട് വർത്തമാനം പറഞ്ഞ് അവരെ തിരിച്ച് പാർട്ടിയുടെ പിന്തുണയിലേക്കും കൊണ്ടുവരും. CPM-ൻ്റെ ചരിത്രത്തിലേക്ക് പിന്നിലേക്ക് നടന്നാൽ വിഭാഗീയതയുടെ പല കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു ചില നേതാക്കന്മാരെ ചുറ്റിയും. അത് പക്ഷേ ഈ 2016, 21 ആ ഒരു ഘട്ടം അല്ലെ VS-ൻ്റെ ഇതോടുകൂടി അത് ഏറെക്കുറെ അവസാനിച്ച മട്ടായിരുന്നു. പക്ഷേ VS ഒരു മാസ് ലീഡറുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്ന, പിന്നീട് ഇടത് സഹയാത്രികനായി, പിന്നെ വീണ്ടും കോൺഗ്രസ്സിലേക്ക് പോയ ചെറിയാൻ ഫിലിപ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ശ്രീ MA ബേബിയും ശ്രീ തോമസ് ഐസക്കും ചേർന്ന് പാർട്ടി പിടിക്കാൻ വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇന്ന ആൾക്കാരുണ്ട്, P ജയരാജൻ, അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് നാം ഇല്ലാതായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനയൊക്കെ നടത്തണം. അതിനൊന്നും പ്രതികരിക്കാൻ തന്നെ താല്പര്യമില്ല. എന്താ സംബന്ധങ്ങളാണെന്നൊക്കെ. എന്തോ നിങ്ങൾ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു സാമാന്യ ധാരണയുള്ള ആരെങ്കിലും ഇത് പറയൂ? ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാതെ പറഞ്ഞായിരിക്കും. അതെ, ഒരു ചുക്കും അറിയാതെ പറഞ്ഞു. അല്ല, ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ വരാൻ പോകുന്നു, വീണ്ടും സംസ്ഥാന കമ്മിറ്റി വരാൻ പോകുന്നു. കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷം മേഖലാ റിപ്പോർട്ടിംഗ് നടക്കുന്നു. അതിനു മുമ്പ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടന്നു. ഇവിടെയെല്ലാം അതിശക്തമായ വിമർശനമാണ് ഭരിക്കുന്ന ആൾക്കാർക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ നടന്നത്. അതൊക്കെ ഏത് രീതിയിൽ പാർട്ടിക്ക് തിരുത്താൻ പറ്റും? പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണത്തോട് ആർത്തിയുള്ള ഒരു പാർട്ടി കയറുന്നു. ആര് കേട്ടുന്നു? വിമർശനം വേറെ ഏത് പാർട്ടിയിലുണ്ടെന്ന് ആദ്യം അത് മനസ്സിലാക്കും. ചിട്ടയായിട്ട് വിവിധ ഘടകങ്ങളും നടന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ശക്തമായ വിമർശനങ്ങൾ വെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരുത്തൽ നടപടി എടുക്കാൻ പോണേ. അല്ലെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കിയപ്പോൾ തന്നെ, റിവ്യൂ പാസ്സാക്കിയപ്പോൾ തന്നെ സാധാരണതയിൽ അപ്പം തന്നെ ഭാവി പ്രവർത്തന കടമയും വെക്കുമല്ലോ. അങ്ങനെയല്ല. താഴത്ത് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പരിശോധിച്ച് അത് അവരും കൂടി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യും തീരുമാനിക്കും. അങ്ങനെ ഈ മാസം അവസാനത്തോടുകൂടി എന്ത് ചെയ്യും, സർക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സർക്കാരിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലെ മാറ്റമാണോ? ഒരു മാറ്റവും ഉണ്ടാവില്ല. അതൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരുത്തലുകൾ വരുത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. പാർട്ടി പ്രമേയങ്ങൾ പലതവണ വന്നു. പാർട്ടി പ്ലീനം തന്നെ ചേർന്ന് തിരുത്തൽ വരുത്താൻ തീരുമാനിച്ചു. ചില മാർഗരേഖകൾ ഇറക്കി. പക്ഷേ ഇതൊക്കെ എവിടെ പോയി? ഒന്ന്, ജനങ്ങൾ ഇതൊക്കെ പറയുമ്പോഴൊന്നും മനസ്സിലാക്കുക, കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റ് വേണ്ടി താരതമ്യപ്പെടുത്തുന്നുണ്ട്. ജനം സമ്മതിക്കില്ല, അംഗീകരിക്കുന്നില്ല. ജനം വെക്കുന്ന മാനദണ്ഡം ഇടതുപക്ഷത്തിന് വേറെയാണ്. അതുകൊണ്ട് ഈ
ഇവിടെയുള്ള പുണ്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തവരല്ല ബാക്കിയുള്ളവർ, അതിനേക്കാൾ വഷള എത്രയോ രീതിയിൽ. പക്ഷേ അതുമായിട്ട് വെച്ച് ന്യായീകരിക്കാൻ പറ്റില്ല, ജനം അംഗീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെ വിമർശനം നടക്കുന്നു എന്നത് തന്നെയാണ് തിരുത്തപ്പെടും എന്ന് പറയുന്നതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അണികൾ ഇത്രയും ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ഇത് ഇങ്ങനെ തന്നെ മാറ്റങ്ങൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നയസമീപനത്തിലും എങ്ങനെയാണ് ഈ അമ്പലങ്ങളെയും എല്ലാം ദുരുപയോഗപ്പെടുത്തുന്നതിനെ തടയിടാൻ പറ്റുക, നവോത്ഥാന മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള പ്രചരണമാണ് വേണ്ടത്, നമ്മുടെ സർക്കാരിന് പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയില്ലാതാക്കുന്നതിന് അവിടെ എന്ത് തിരുത്തലുകളാണ് വരുത്തേണ്ടത്, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ എന്താണ് വേണ്ടത്, കൃത്യമായിട്ട് അഴിമതികളും കാര്യങ്ങളും പല മേഖലകളിലും പൊന്തി വരുന്നുണ്ട്, അതെങ്ങനെ ഇല്ലാതാക്കാം, അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. എങ്ങനെയാണ് തിരുത്തൽ വരുത്തും, തിരിച്ചു വരും, അങ്ങനെയുള്ള തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നമുള്ളതെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുക, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPM ഏറ്റവും നല്ല പ്രഗത്ഭരായ മിടുക്കരായ യങ് സ്ഥാനാർത്ഥികളെ അടക്കമാണ് നിർത്തിയത്. അത് വൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർ പലരും ജയിക്കുമെന്നുള്ള. പക്ഷേ 2 പേർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയുള്ളൂ. അതായത് ബേസ് വോട്ട് പോയാൽ തിരിച്ചു പിടിക്കാൻ എളുപ്പമില്ല. ഒന്ന് പോയി എന്ന് പറയുന്നില്ല, തെറ്റ് പോയിട്ടില്ലെന്നാണ് ഞാൻ തുടക്കം പോലും പറയുന്നത്. ബംഗാളിലെ കാര്യം ഇപ്പൊ കേരളത്തിൽ വരുമെന്നാണല്ലോ ആരോപണം. വന്നിട്ടില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ കിട്ടുന്ന വോട്ടിനേക്കാൾ 2% കുറഞ്ഞതല്ലാതെ വേറൊന്നും പോയിട്ടില്ല. നിയമസഭയിലും തദ്ദേശ ഭരണത്തിലും അങ്ങനെയല്ല വോട്ടിംഗ് പാറ്റേൺ. അതുകൊണ്ട് ഇത് കൊളാപ്സായിപ്പോയി ബംഗാളിലെ പോലെ എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ടതില്ല. തിരുത്താവുന്നതും തിരിച്ചു പിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബംഗാളിൽ ഈ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ തിരിച്ചു കയറാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ TMCയും BJPയും തമ്മിലാണ് ധ്രുവീകരണം. അതുകൊണ്ട് എന്തെങ്കിലും ലിബറൽ ലെഫ്റ്റ് വരുന്നവർ ഈ BJPയെ മാറ്റി നിർത്താൻ ഏറ്റവും നല്ല TMCയെ പിന്താങ്ങലാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന രീതി വന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് കയറി നിൽക്കുന്നവർക്ക് അവരുടെ ആണുങ്ങൾ പോലും അപ്പത്തൊട്ട് പോകും. ഇത് കേരളത്തിലും ചില മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രതിഭാസമാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടത്തേക്ക് നമുക്ക് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളിതെല്ലാം പരിശോധിച്ചിട്ട് തക്കതായ നടപടിയെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട. താരതമ്യപ്പെടുത്തുമൊന്നുമല്ല, ഒരു ഉദാഹരണം പോലെ ചൂണ്ടിക്കാട്ടുന്നത് 2016-2021 ഇടത് മന്ത്രിസഭ പ്രഗത്ഭരായ മന്ത്രിമാർ, ഇപ്പം പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഈ ജനങ്ങളോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച് പരിചയസമ്പത്ത് നേടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ള ആൾക്കാർ. ഇപ്പോൾ ഉള്ള ആൾക്കാർ മോശമാണെന്ന് ഞാൻ പറയല്ല, ആ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു. അതായത് ഇപ്പം തോമസ് ഐസക് ആണെങ്കിലും G. സുധാകരനാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും അങ്ങനെ എടുത്തു പറയാവുന്ന നല്ല രീതിയിൽ ജനമനസ്സിൽ സ്ഥാനം പിടിച്ച നേതാക്കൾ പ്രവർത്തിച്ച ഒരു ടീമിനാണ് രണ്ടാമത് ഭരണ തുടർച്ച കിട്ടിയത്. അതിന് കോവിഡിനെ കിറ്റെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അവരിലാരും ഈ മന്ത്രിസഭ രണ്ടാമത് വന്നപ്പോൾ അവരെ ചിലരെ സ്ഥാനാർത്ഥിയാക്കിയില്ല, 2 തവണ മത്സരിക്കാനുള്ള ഫ്ലിംസി റീസൺസ് പറഞ്ഞ് മാറ്റി. പക്ഷേ ഞാൻ താരതമ്യം ചെയ്യുന്നത് നരേന്ദ്രമോദി ഇപ്പം വീണ്ടും അധികാരത്തിൽ കയറി കഴിഞ്ഞ ടീമിലുള്ള എല്ലാവരെയും അതുപോലെ നിലനിർത്തി. നരേന്ദ്രമോദിയുടെ ടീം ശൈലിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശൈലി. രാജേഷ് പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട് കേട്ടോ. രാജേഷ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതേ ടീമല്ല മത്സരിച്ചത്. ഞങ്ങളൊന്നും ഇല്ലാത്ത ടീമിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ഈ മന്ത്രിമാരുടെ ആരുടെയും വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടൊന്നുമല്ല. ഈ സാഹചര്യം അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അത് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യത്യാസത എങ്ങനെ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയൊരു ഉപരോധമാണ്, ഗൂഢാലോചനയാണ് എന്നുള്ള രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് 2 ടേമെന്നും 75 വയസ്സെന്നും ഒക്കെ പറയുന്നതൊക്കെ വെച്ച് വിലയിരുത്തേണ്ടതാണോ ഒരു ദീർഘകാലത്തെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ പ്രവർത്തനം? അല്ല, ഇതിപ്പോൾ അവിടെ ഇരുന്നാൽ മാത്രമേ രാഷ്ട്രീയമാവുള്ളൂ.
നല്ല കാര്യം. ഈ വേറെ എന്തൊക്കെ നാട്ടിൽ ചെയ്യാണ്ടെന്ന് പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താവുന്ന കഴിവ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ ബംഗാളില്ലേ, ആ ബംഗാളിൻ്റെ പഠിച്ച പാഠങ്ങളിലൊന്നും ഇതാണത്. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു സെറ്റ് ആൾക്കാർ തന്നെ ഇരിക്കണ്ട. അതെ, അത് തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? കണ്ടിന്യൂറ്റി വേണം. പക്ഷേ അതേ സെറ്റ് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു പോകുന്നത് ഗുണകരമായിരിക്കില്ലെന്നുള്ള പാഠവും ഞങ്ങൾ പഠിച്ചത് കേട്ടോ. അതുകൊണ്ട് പാഠം അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് ഈ മാറ്റം വരുത്തിയത്. ആ പാഠം ജനങ്ങൾ തിരുത്തി. ചില വിമർശനങ്ങളുണ്ട്, അത് എൻ്റെ അഭിപ്രായമല്ല. കിഫ്ബി അതിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളം പോയതെന്നും അതിൻ്റെ എല്ലാം മൂലകാരണക്കാരൻ അങ്ങാണെന്നും ഇപ്പോൾ EDയുടെ കേസും എല്ലാം. ഇതിനെ എങ്ങനെ മറുപടി? അതെ, പത്തനംതിട്ടയിൽ എനിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഇതായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും മർമറിങ്ങും നോട്ടീസും ഒക്കെ. മെയിൻ ആക്ഷേപം ഇങ്ങനെ കേരളത്തിൽ ധനകാര്യ കുഴപ്പമുണ്ടാക്കിയ ഇയാളാണെന്നുള്ളത്. ഏതായാലും ഞാനുണ്ടായിരുന്ന കാലത്ത് ആരും ഈ കുഴപ്പം പറഞ്ഞിട്ടില്ല. ഞാൻ മറിച്ച് എൻ്റെ എതിരാളികളോട് ചോദിക്കാനുള്ളത്, നാട്ടിലെ കേരളീയരോടും നമുക്ക് ഈ റോഡുകളൊക്കെ നന്നാക്കണ്ടേ, നമുക്ക് ഇവിടുത്തെ പാലങ്ങളൊക്കെ പുതുക്കി പണിയുണ്ട്, നമ്മുടെ ആശുപത്രികളും നമ്മുടെ സ്കൂളുകളും ഒക്കെ പുതുക്കണ്ടേ, അല്ലെങ്കിൽ നല്ല ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇപ്പം വിഴിഞ്ഞം വന്ന് വിഴിഞ്ഞത്തിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ലോജിസ്റ്റിക്സ് പാർക്ക്, മറ്റേ പാർക്കുകളൊക്കെ പണിയണം. റോഡും വേണം, ഇതൊക്കെ വേണം. അപ്പോൾ അല്ലെങ്കിൽ ഗുണം കിട്ടൂല. ഇതിനുള്ള പണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ UDF ഈ വിമർശകർ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഒരു വഴിയുള്ളത് ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ ഈ പാവങ്ങളുടെ പെൻഷന് കുറയും, പറ്റൂല, പാവങ്ങൾക്ക് കൊടുക്കണം. UDFന് അങ്ങനെ പറയാൻ പറ്റും, കാരണം ഇന്നേ വരെ പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അപ്പം അത് സാധ്യമല്ല. രണ്ടാമത്തെ വഴി, എന്നാൽ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുക. അവർ വരൂല ഈ പണിക്ക്. നമ്മുടെ സ്കൂളിനും ആശുപത്രിക്കും യൂസർ ഫീ കെട്ടിടം പണിയാൻ വേണ്ടി അദാനി പണിതു, എന്നാൽ അദാനിക്ക് യൂസർ ഫീ വെക്കാൻ പറ്റൂ. നമ്മുടെ ദേശീയപാതക്ക് തന്നെ ടോളാണ് ചെയ്യുന്നത്. ടോൾ ഹൈബ്രിഡ് മോഡലിൽ ചെയ്യുന്നതാണ്. എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? രണ്ട് സൈഡിലും സർവീസ് റോഡുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ജില്ലാ റോഡുകളും ദേശീയപാതയൊക്കെ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് ഒന്ന് നന്നാക്കാൻ നോക്കി എന്തായിരിക്കും പ്രത്യാഘാതം ഉണ്ടാവാൻ പോണെന്ന്. അതുകൊണ്ട് ഈ റവന്യൂ മോഡൽ കോർപ്പറേറ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? എല്ലാ UDFിൻ്റെ കാലത്ത് ആനുവിറ്റി പ്രോഗ്രാം, തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, അത് UDF കൊടുത്ത ആനുവിറ്റി പ്രോഗ്രാമാണ്. 20 വർഷം കൊണ്ട് പൈസ തരും, കോൺട്രാക്ടർ വായ്പ എടുത്തെല്ലാം പണിതോണം. അപ്പോൾ അത്രയും കാലത്തെ പലിശ കൂടി കൂട്ടിയുള്ള എസ്റ്റിമേറ്റിൽ ടെൻഡർ വിളിച്ചോ. ഇതാണ് ഞാൻ കണക്ക് നോക്കിയപ്പോഴേ ഇങ്ങനെ കൊടുത്തതിനൊക്കെ 12 മുതൽ 20% വരെ പലിശ വരുന്നത്. ഇംപ്ലിസിറ്റ് ആരും നോക്കൂല. കാരണം ഇത്രയും കോടി രൂപ കടം മേടിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ളവരില്ല. അപ്പോൾ UDF ഒരാളായിരിക്കും, രണ്ടായിരിക്കും, അയാൾ വിളിക്കണം, അയാളാണെങ്കിൽ കൂട്ടി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു കമ്പനി കിഫ്ബി ഉണ്ടാക്കി. കിഫ്ബിയോട് പറഞ്ഞ് നിങ്ങൾ വായ്പ എടുത്ത് കോൺട്രാക്ടർമാരെ നിർത്തി നിങ്ങൾ പണിതു. സർക്കാർ ഒരു ആനുവിറ്റി നിങ്ങൾക്ക് എല്ലാ വർഷവും തരും, മോട്ടോർ വാഹന നികുതിയുടെ പകുതി. അതുകൊണ്ട് ചെയ്യാവുന്ന പണിയെ ഏറ്റെടുക്കാൻ പാടുള്ളൂ, അതേ ഞങ്ങൾ തരൂ. ഇതാണ് കാരണം. ഇതല്ലാതെ ഒരു മോഡൽ ഒരു 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ മറികടക്കുന്നതിന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇവരൊക്കെ പറയണത് ഇതൊന്നും ഇങ്ങനെ വേണ്ട, കേരളം ഒരു 10-20 വർഷം കൊണ്ട് ഇതൊക്കെ ഉണ്ടായി വരട്ടെ, നീണ്ടു വരട്ടെ. ഇല്ല, LDFന് അങ്ങനെയല്ല. ഇതൊക്കെ ഇന്നുണ്ടാക്കണം. ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നല്ല നിക്ഷേപങ്ങൾ വരണം, ഇവിടെ നല്ല തൊഴിലുകളുണ്ടാവണം. കേരളം ഗുജറാത്തിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സാമ്പത്തിക വളർച്ചയിലേക്ക് പോകണം. അല്ല, കിഫ്ബി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ പറഞ്ഞ കണക്കുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം. പക്ഷെ ഇപ്പം കിഫ്ബി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കേന്ദ്ര സർക്കാരിനെ പൊളിച്ചിരിക്കുക. കേന്ദ്ര സർക്കാർ നഹായി എങ്ങനെ ചെയ്യണേ? നഹായിക്ക് കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട്.
നഹായി വായ്പ എടുത്തിട്ടാണ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രം അവരുടെ റവന്യൂ ടോളിൽ നിന്ന് പിരിച്ചുണ്ടാക്കും, ബാക്കി ഇവർ വായ്പ എടുത്ത് കൊടുക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്കാക്കുന്നുണ്ടോ? അത് കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത ഇട്ട് വെക്കുന്നുണ്ടോ? അവരുടെ ധനക്കമ്മി ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ നഹായ് ചെയ്യുന്ന പോലെ ഇവിടെ റോഡ് പണിയാൻ വേണ്ടി, ഏത് റോഡ്? നഹായ് പണിയുന്ന റോഡിന് സംസ്ഥാനത്തിന് വിഹിതം വേണം. അതിനെടുത്തിരിക്കുന്ന വായ്പ പോലും സാധാരണഗതിയിലുള്ള വായ്പയെന്ന് വെട്ടിക്കുറക്കുന്ന ഈ കേന്ദ്രം പറയണത്. അത് ചെയ്ത് നശിപ്പിക്കണമെന്നുള്ള വാശിയിലാണ് കേട്ടോ. ചെറുതല്ല, തകർക്കണം. ഈ കേരളം എന്ന് പറയുന്ന ഒരാശയമുണ്ടല്ലോ, ഈ മൊടിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ടല്ലേ എത്ര പ്രാവശ്യം ഇലക്ഷൻ വന്നു. അങ്ങ് ആദ്യത്തെ പാളിന് പ്രസംഗത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടം കേരളത്തിൽ സീറ്റ് മേടിച്ചു എന്നുള്ളതാണ്. അത്രയേറെ ഈ കേരളം ഇങ്ങനെ മതസാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകയായി നിൽക്കുന്ന കേരളം അവർ വെറുപ്പിക്കുന്നുണ്ട്. അല്ല, അതെല്ലാം ശരിയാണ്. ഈ പറയുന്ന അംഗീകരിക്കുമ്പോഴും അതിനെല്ലാം വഴിയൊരുക്കാൻ വേണ്ടി ഈ വീതി വെട്ടിക്കൊടുത്തതിൽ കരുവന്നൂർ തൊട്ട് ക്ഷേമ പെൻഷൻ തൊട്ട് സപ്ലൈക്ക് തൊട്ട് 1000 കാര്യങ്ങൾ ചെയ്തു. എന്താ LDF കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചത്? പാവങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നൊരു കുറവും വരുത്താതെ പശ്ചാത്തല സൗകര്യങ്ങളിൽ കുതിച്ചു ചാട്ടത്തിന് സന്ദർഭം ഉണ്ടാക്കാം. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ LDF പിന്തുണ വന്നത്. പാവങ്ങൾ മാത്രമല്ല വോട്ട് ചെയ്തിട്ടുള്ളത്, കേരളത്തിലെ ഇടത്തരക്കാരും. ഇതൊക്കെ കൊള്ളാമല്ലോ. ദേശീയപാത പണി ആരംഭിച്ചു, നമ്മുടെ സ്കൂളുകൾ നന്നായിരുന്നു, ഇതെല്ലാം കണ്ടപ്പോൾ ഇടത്തരക്കാർ വോട്ട് ചെയ്തു. അങ്ങനെയല്ലേ ഇത്രയും സീറ്റ് കിട്ടിയത്. ഈ മോഡൽ തകർക്കണം. തകർക്കുന്നതിന് കിഫ്ബിയുടെ പാലം വലിക്കണം. അതാ ചെയ്തിരിക്കുന്ന കേന്ദ്രം. അപ്പോൾ ഇതിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുന്നതിന് കഴിയാതെ പോയി. അതുകൊണ്ട് ഇപ്പം അതെൻ്റെ കുറ്റത്തെ തലവെക്കണ്ട. അത് കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞാനും പറഞ്ഞു. ഈ കടബാധ്യതയെക്കുറിച്ച് അങ്ങൊരു വേവലാതി കടപ്പേടി സൃഷ്ടിച്ചുണ്ടാക്കി വെച്ചിരിക്കുക. എന്തോന്ന് കടപ്പേടി? സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങളൊന്ന് കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, കടത്തിനേക്കാൾ വേഗതയിൽ വളർന്നുകൊണ്ട് എന്നാണ് വലിയ ഒരു സൂക്തവാക്യമുള്ളത്. അതിന് പകരം ഞാൻ പറയാം, കഴിഞ്ഞ സർക്കാർ കേരളം 2016 വരെ എടുത്ത മുഴുവൻ വായ്പയേക്കാൾ കൂടുതൽ വായ്പ 5 വർഷം കൊണ്ടെടുത്തു. ഞെട്ടിപ്പോവും. കേന്ദ്രം 3% വെച്ച് വായ്പ എടുക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് ദേശീയ വരുമാനത്തിന്. നമ്മുടെ ദേശീയ വരുമാനം നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ ഈ 3% എടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിയാവും. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. പക്ഷെ അത് അറിയാവുന്ന ആൾക്കാർ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല, നേതൃത്വത്തിലുണ്ടോ? പറഞ്ഞാലും ഇതാരെങ്കിലും ഞാൻ പറഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ തന്നോട് പറഞ്ഞു നിങ്ങളുടെ ടെലിവിഷനിൽ വന്നാൽ അത്രയും നല്ലത്. പക്ഷേ നമുക്കറിയാൻ ചാൻസ് ഇല്ല എന്ന്. കാരണം മാധ്യമങ്ങളുടെ സ്വഭാവം പോലുള്ള ആൾക്കാരുടെ സേവനം പാർട്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ ഇതുപോലെ സ്റ്റുപ്പിഡ് ഐഡിയാസ് ഭയങ്കര കാര്യങ്ങളായിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് അങ്ങ് ഞെട്ടിക്കുകയാണ്. ഒരിക്കലും നല്ല രീതിയിൽ വളരുന്ന ഒരു സമ്പദ്ഘടനയിൽ 3% വെച്ച് ആ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ 3% വെച്ച് വായ്പ എടുത്തുകൊണ്ടിരുന്നാൽ കടക്കണിയിലാവില്ല. കാരണം ഇവിടെ ഈ കടത്തിന് കൊടുക്കുന്ന പലിശ വളർച്ചയുടെ വേഗതയേക്കാൾ താഴെയാണെങ്കിൽ കടക്കണിയാവില്ലെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കണേ. അതുകൊണ്ട് കേരളം കടക്കണിയിലൊന്നുമല്ല. പക്ഷേ ഇതങ്ങ് ജനങ്ങളുടെ ഒരു ആദ്യമായിട്ട് മാറിയിട്ടേ കേന്ദ്രം ഇത് ദുഷ്ടത്തരം മുഴുവൻ ചെയ്തിട്ടും കേന്ദ്രത്തിനോടുള്ള ദേഷ്യവും കേരളം നശിച്ചു പോകാൻ അവർ തിരുത്താൻ ആരെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പേര് ചിന്തിക്കുന്നത്. ആ തിരുത്തലും പെൻഷൻ ഇല്ലാതാവുന്നതും തമ്മിൽ ബന്ധം അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്വല്പം പ്രയാസമുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ ക്ഷമാപൂർവം പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത് തിരുത്തുമല്ലോ. സംശയമുണ്ടോ? അല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഇത്ര നേരം സംസാരിച്ചാൽ വളരെ നന്ദി. എല്ലാ ആശംസയും.